ഓടി ഓടി 100-ലധികം മെഡലുകൾ രാജ്യത്തിന് വേണ്ടി നേടിയെടുത്ത ഇന്ത്യയുടെ അഭിമാനം പി.ടി. ഉഷയുടെ 60ാം പിറന്നാളാണ് ഇന്ന്. ഇന്ത്യക്ക് വേണ്ടി സ്വർണം ഉണ്ടാക്കുന്ന കമ്പനി എന്നുവരെ വിദേശ മാധ്യമങ്ങൾ പി.ടി. ഉഷയെ അക്കാലത്ത് വിശേഷിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ത്യക്ക് അഭിമാനമായുള്ള അവരുടെ വളർച്ചയ്ക്ക് പിന്നിൽ കനൽ വഴികൾ ഏറെയുണ്ടായിരുന്നു. അതിലൊന്നാണ് 88-ലെ സോൾ ഒളിമ്പിക്സ് കാലം. പി.ടി. ഉഷ ഹഡിൽസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാലഘട്ടം. അന്ന് അവർക്ക് വലിയ ഉപ്പൂറ്റി വേദന അനുഭവപ്പെട്ടു. തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന രോഗം തിരിച്ചറിഞ്ഞത്. കാലിൽ കോർട്ടിസോൺ കുത്തിവയ്പ് വേണം. കുത്തിവയ്പ് എടുത്താൽ കാല് താഴെ കുത്താൻ പറ്റാത്ത അത്ര വേദനയും ആയിരിക്കും. തുടർന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നു. ഫോം അല്ലാത്തതുകൊണ്ട് അവർ പരാജയപ്പെട്ടു. അന്ന് അവരെ എല്ലാവരും കുറ്റപ്പെടുത്തി. വീടിന് നേരെ കല്ലേറ് വരെ ഉണ്ടായി. അതുവരെ അവർ നേടിയ നേട്ടങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് ചുറ്റിനു നിന്നവരൊക്കെ മറന്നത്. പിന്നീട് വിഷാദകാലം. കായിക ജീവിതം തന്നെ മതിയാക്കണമെന്ന് അവർക്ക് തോന്നിയ നിമിഷങ്ങളെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും പി.ടി. ഉഷ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും അവർ തളർന്നില്ല. പിന്നീട് മുന്നിലെ ട്രാക്ക് ലക്ഷ്യമാക്കി അവരോടി. തല ഉയർത്തിപ്പിടിച്ചാകണം ട്രാക്കിൽ നിന്നിറങ്ങേണ്ടത് എന്ന വാശിയായി പിന്നീട് അവർക്ക്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്നതും ദൂരം അളക്കുന്നതും വിക്ടറി സ്റ്റാൻഡിൽ കയറി നിന്ന് മെഡൽ വാങ്ങുന്നതും ഭാവനയിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ് തൻ്റെ മെഡിറ്റേഷൻ എന്ന് പി.ടി. ഉഷ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ വിജയം മാത്രമല്ല പരാജയവും ഉണ്ടാകും. എത്രത്തോളം താഴ്ത്തിയിട്ടിട്ടുണ്ടോ അത്രത്തോളം ഉയർന്നു വന്നുവെന്നാണ് ഈ പിറന്നാൾ ദിനത്തിൽ പി.ടി. ഉഷയ്ക്ക് പറയാനുള്ളത്.